Let us learn commerce. Please like, share, and subscribe. Hi students, now we are going to discuss about the topic manpower planning or human resource planning. Manpower planning is the second steps in the procurement process. നമുക്കറിയാം പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് നമുക്കറിയാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്? ഫസ്റ്റ് വൺ ജോബ് അനാലിസിസ്, സെക്കൻഡ് വൺ HRM, ആൻഡ് തേർഡ് വൺ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഈ 3 സ്റ്റേജസ് ആണ് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിലുള്ളത്. അതിൽ നമ്മൾ ജോബ് അനാലിസിസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് സ്റ്റെപ്സ് ആണ് HRM അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാൻ പവർ പ്ലാനിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം പേഴ്സൺസിന് ആവശ്യമുണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോക്കസ്റ്റിംഗ് ആൻഡ് ഓർഗനൈസേഷൻസ് ഫ്യൂച്ചർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ റൈറ്റ് നമ്പേഴ്സ്. ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ്സ് ഫോക്കസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള എംപ്ലോയീസിന്, റൈറ്റ് ടൈപ്സ് ഓഫ് എംപ്ലോയീസിനെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? മാൻ പവർ പ്ലാനിംഗ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ബ്രൂക്ക് പി കൊളം, മാൻ പവർ പ്ലാനിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് ആൻഡ് ദ മീൻസ് ഫോർ മീറ്റിംഗ് ദീസ് റിക്വയർമെൻറ്റ്സ് ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ദ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ഓഫ് ദി ഓർഗനൈസേഷൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻസ് ചെയ്ത് തീർക്കുന്നതിനാവശ്യമായിട്ട്, അത് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാൻ പവർ റിക്വയർമെൻറ്റ്സ് എത്രത്തോളമാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മാൻ പവർ പ്ലാനിംഗ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഫോർകാസ്റ്റ് ഓഫ് ദ മാൻ പവർ നീഡ്സ് ഇൻ ദ ഫ്യൂച്ചർ ടൈം പീരീഡ്. ഫ്യൂച്ചർ ടൈം പീരീഡിൽ എത്രത്തോളം മാൻ പവറിന് ആവശ്യമുണ്ട് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ആണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് പോയിൻറ്റ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാൻ പവർ പ്ലാനിംഗ് പ്രോപ്പർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്രൊസീജിയർ ക്യാൻ ബി ഡെവലപ്ഡ്. ഓർഗനൈസേഷൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യുന്നത് മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ആൻഡ് ദ തേർഡ് പോയിൻറ്റ്, it ensures optimum utilization of existing manpower. എക്സിസ്റ്റിംഗ് മാൻ പവറിൻ്റെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് എൻഷുവേഴ്സ് റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത് ശരിയായ ജോബിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എംപ്ലോയീസിനെ അലോക്കേറ്റ് ചെയ്യാൻ ഇത് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഗീവ്സ് എംഫസിസ് ഓൺ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ. നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഇത് എപ്പോഴും എംഫസിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് റിലേറ്റ്സ് ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഓഫ് ജോബ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്താ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ മിനിമം ആക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ ഫോർ പെർഫോമിങ് എ ജോബ്. ഒരു ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ആക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് എന്താണെന്നുള്ളത്, ഒരു പേഴ്സൺസിൻ്റെ മിനിമം ആക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു റിക്വയർമെൻറ്റ്സ്, ഒരു എംപ്ലോയീസിന് ആവശ്യം വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, മാൻ പവർ പ്ലാനിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. മാൻ പവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഓൺഗോയിങ് ആണ്. അതുപോലെ തന്നെ അത് ഓൺഗോയിങ് ആണെന്ന് പറയാൻ കാരണം എൻവിയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ, അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചേഞ്ചസ് അനിവാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? മാൻ പവർ പ്ലാനിങ് ആ ഒരു റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എന്ത് ചെയ്യും? പ്ലാനിങ്ങിലും മാറ്റം വരും. അതാണ് മാൻ പവർ പ്ലാനിങ് കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ്, മാൻ പവർ പ്ലാനിങ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റ് പാർട്ട് ഓഫ് ഓവറോൾ കോർപ്പറേറ്റ് പ്ലാൻ.
ഒരു ഓർഗനൈസേഷൻ്റെ കോർപ്പറേറ്റ് പ്ലാൻ ഒരു ഓവറോൾ കോർപ്പറേറ്റ് പ്ലാനിലെ ഒരു ഇൻ്റഗ്രേറ്റ് പാർട്ടാണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം എത്രത്തോളം ഫിനാൻസ് ആവശ്യമാണ്, ഏതൊക്കെ മെഷീനറി, എത്രത്തോളം പ്ലാന്റ് ആവശ്യമാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ ഒരു വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് എത്രത്തോളം വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് പ്ലാനിലെ ഒരു ഇൻ്റഗ്രേറ്റ് പാർട്ടാണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, മാൻ പവർ പ്ലാൻസ് മേ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. മാൻ പവർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലോങ് ടേം ആവാം, അതല്ലെങ്കിൽ ഷോർട്ട് ടേം ആവാം. ഇത്രയൊക്കെയാണ് മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഒരു ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇൻ ഷോർട്ട്, മാൻ പവർ പ്ലാനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഡിറ്റർമിനിങ് ദ വർക്ക് ഫോഴ്സ് റിക്വയർമെൻറ്റ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് നമുക്കിതൊന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, മാൻ പവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഫോഴ്സ് എത്രയാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിങ്. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ് ഈസ് ഹൈലി എസെൻഷ്യൽ ടു പ്ലേസ് എ റൈറ്റ് മാൻ ഓൺ ദ റൈറ്റ് ജോബ്. In other words, human resource planning is indispensable to assess future requirements of manpower. നമുക്കറിയാം മാൻ പവർ പ്ലാനിങ് എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള പേഴ്സൺസ് എത്രയാണ് എന്നുള്ള ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഒരു ആവശ്യകത എന്താണ്, അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് പോയിന്റ്, എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ്. With the expansion of plant, there is the need to recruit more numbers of employees. Existing stock of personnel and future requirements of human resource should be ascertained when the decisions for expansion of plant is taken. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ പ്ലാന്റ് എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എംപ്ലോയീസിന് കൂടുതൽ ആവശ്യമുണ്ടാകും, റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ സ്റ്റോക്ക് ഓഫ് പേഴ്സൺസ്, നമ്മളെ കയ്യിലുള്ള പേഴ്സൺസ് എത്രയാണെന്നുള്ളതും ഇനി നമുക്ക് എത്രത്തോളം പേഴ്സൺസിന് ആവശ്യമാണെന്നുള്ളതും അസർട്ടൈൻ ചെയ്യും. എന്നിട്ട് നമുക്ക് പ്ലാന്റ് എക്സ്പാൻഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെമ്പേഴ്സ് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് നമുക്ക് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. ദെയർ ആർ റിട്ടയർമെൻറ്റ്സ്, ഡെത്ത്, ആബ്സെൻറ്റിസം, എക്സെട്ര ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ എൻ്റർപ്രൈസ്. They are to be replaced by the new employees. It is also indicates the necessity of human resources planning. റിട്ടയർമെൻറ്റ് വേക്കൻസി എന്നുള്ള പോയിന്റിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ നെസസിറ്റി എന്ന് പറയുന്നത് എംപ്ലോയീസ് റിട്ടയർ ആവുക, ഡെത്ത്, അതുപോലെ ആബ്സെൻറ്റീസം, ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുതിയ എംപ്ലോയീസിനെ അവിടേക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് എന്താണ്, നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അതാണ് ഈ ഒരു പോയിന്റിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രോപ്പർ മാൻ പവർ പ്ലാനിങ്. Certain persons will leave the organization by way of dissatisfaction or by getting a better job. New persons are to be appointed in their place. Proper manpower പ്ലാനിങ്ങിലൂടെ ലേബേഴ്സിൻ്റെ ഒഴിഞ്ഞുപോക്ക് നമുക്ക് കുറയ്ക്കാം എന്നാണ് പറയുന്നത്. പറയാനുള്ള കാരണം, പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓർഗനൈസേഷനിൽ തീരെ വരാണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ആ ജോലിയോടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ, അതല്ലെങ്കിൽ അവർക്ക് വേറൊരു ജോലി, ബെറ്റർ ജോബ് കിട്ടിയതുകൊണ്ടാവാം. ഈ രണ്ട് കേസിലും എംപ്ലോയി എന്താവും, ഓർഗനൈസേഷനിൽ ലീവാവും. അപ്പോൾ നമുക്ക് ആ ഒരു ലീവായിട്ടുള്ള ആ ഒരു വേക്കൻസിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുതിയൊരു പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പർ മാൻപവർ പ്ലാനിങ് ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ലേബേഴ്സിൻ്റെ ടേൺ ഓവർ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ലേബേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള പല മെത്തേഡ്സും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ബെറ്റർ ജോബ് കിട്ടിക്കഴിഞ്ഞാലും പോവാണ്ടിരിക്കുന്ന രീതിയിലേക്ക് അവർക്ക് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ബെറ്റർ മാൻ പവർ പ്ലാനിങ്, അതിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർത്ത് വൺ, റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് ഈസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ലേബർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ത്രൂ ഇഫക്റ്റീവ് മാൻ പവർ പ്ലാനിങ്. ഇഫക്റ്റീവ് മാൻ പവർ പ്ലാനിങ്ങിലൂടെ നമുക്ക് ലേബേഴ്സിൻ്റെ കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. തടസ്സമില്ലാത്തൊരു പ്രൊഡക്ഷൻ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് പേഴ്സണൽ ത്രൂ മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ്ങിലൂടെ നമുക്കൊരു ഫ്യൂച്ചർ നീഡ്സിന് ആവശ്യമായിട്ടുള്ള പേഴ്സൺസ് എത്രയാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും.
ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊക്യൂറിങ് ക്വാളിഫൈഡ് പേഴ്സണൽ ഇൻ ടൈം. അതുകൊണ്ട് തന്നെ അതെന്താ, ക്വാളിഫൈഡ് പേഴ്സൺസിന് നമുക്ക് അതേ സമയത്ത് തന്നെ പ്രൊക്യൂർ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ തടസ്സമില്ലാണ്ട് ശരിയായ രീതിയിൽ നടത്താൻ പറ്റുന്നുള്ളതാണ്. ഈ എംപ്ലോയീസിന് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എംപ്ലോയീസിനെ നമ്മൾ ആ ഒരു വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷനിലൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അത് ശരിയായ രീതിയിൽ ശരിയായൊരു ഫ്ലോ അതിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ ഗുഡ് ആൻഡ് ഇഫക്റ്റീവ് എംപ്ലോയി-എംപ്ലോയർ റിലേഷൻഷിപ്പ്. An effective manpower planning helps to develop a good employee-employer relationship. ഒരു ഇഫക്റ്റീവ് മാൻപവർ പ്ലാനിങ്ങിലൂടെ നമുക്ക് എംപ്ലോയർ റിലേഷൻഷിപ്പ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഡ്യൂ ടു കമ്പ്യൂട്ടറൈസേഷൻ ദർ ഈസ് എവരി പോസിബിലിറ്റി ഓഫ് എക്സസ് സ്റ്റാഫ്. കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. സ്റ്റാഫിൻ്റെ എണ്ണം കൂടുതലാവാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. Effective manpower planning helps human resource manager to avoid problems in future with regards to excess employees. Effective manpower planning ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു അവോയ്ഡ് പ്രോബ്ലംസ് ഇൻ ഫ്യൂച്ചർ വിത്ത് റിഗാർഡ്സ് ടു എക്സസ് എംപ്ലോയീസ്. ഫ്യൂച്ചറിൽ എക്സസ് എംപ്ലോയി ഉണ്ടാവും എന്നുള്ളൊരു പ്രോബ്ലം അത് അവോയ്ഡ് ചെയ്യാൻ, ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ സഹായിക്കുന്നത് ഇഫക്റ്റീവ് മാൻപവർ പ്ലാനിംഗ് ആണ്. ദ എക്സസ് വർക്കേഴ്സ് ക്യാൻ ബി അബ്സോർബ്ഡ് ടു ന്യൂ ജോബ്സ് ആഫ്റ്റർ പ്രോപ്പർ ട്രെയിനിങ്. അതുപോലെ തന്നെ എക്സസ് വർക്കേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ അബ്സോർബ് ചെയ്തിട്ട് അവർക്ക് ശരിയായ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവരെ ന്യൂ ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇഫക്റ്റീവ് മാൻപവർ പ്ലാനിങ്ങിലൂടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരുപാട് സ്റ്റാഫ് എക്സസ് ആണ് എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക അവരെ വേറൊരു ജോബിലേക്ക്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ മറ്റെന്തെങ്കിലും ഒരു ജോബിലേക്ക് അവരെന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അതിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ടു ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷൻ. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇൻഡ്യൂസ് ദ ഓർഗനൈസേഷൻ ടു റിക്രൂട്ട് ന്യൂ പേഴ്സണൽ. For example, the installation of computer requires new personnel. Human resource planning helps to meet the new requirements of fresh blood in the organization. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ പുതിയൊരു പേഴ്സൺസിനെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റലേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവിടെ ന്യൂ പേഴ്സൺസിന് ആവശ്യമാണെന്ന് പറയാൻ കാരണം കമ്പ്യൂട്ടർ അറിയാവുന്ന കുറച്ച് പേഴ്സൺസിന് അവിടെ ആവശ്യം വരും. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹെൽപ്സ് ടു മീറ്റ് ദ ന്യൂ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫ്രഷ് ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇതിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓർഗനൈസേഷനിൽ പുതിയൊരു എംപ്ലോയിന് ആവശ്യമാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഒരു പുതിയ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമാണ് എന്നുള്ള കാര്യം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പോയിന്റ് മീൻ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, to determine shortage or surplus staff. Manpower planning is required to assess whether there is surplus or shortage of personnel in the organization. Manpower planning ഒരു ആവശ്യകത എന്ന് പറയുന്നത് to assess whether there is surplus or shortage of personnel in the organization. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് കൂടുതലാണോ അതോ കുറവാണോ, ഷോർട്ടേജ് വരുന്നുണ്ടോ സർപ്ലസ് വരുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളതാണ്. If there is shortage, it will affect the normal working of the organization. If there is surplus, more cost will incur and it will increase labor cost. Human resource planning ensures the availability of correct workforce. ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്റ്റ് ദ നോർമൽ വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ്റെ നോർമൽ വർക്കിങ്ങിനെ ഇത് അഫക്റ്റ് ചെയ്യും. ഇഫ് ദർ ഈസ് സർപ്ലസ്, അധികം വന്നു കഴിഞ്ഞാലോ മോർ കോസ്റ്റ് വിൽ ഇൻക്വയർ ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ലേബർ കോസ്റ്റ്. ഒരുപാട് കോസ്റ്റ് നമുക്കുണ്ടാവും, അതെന്ത് ചെയ്യും, ലേബർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ സർപ്ലസ് ആണെങ്കിൽ ലേബർ കോസ്റ്റ് ഉണ്ടാവും, അതല്ല അത് ഷോർട്ടേജ് ആണെങ്കിൽ നോർമൽ വർക്കിംഗ് കണ്ടീഷനെ അത് എഫക്റ്റ് ചെയ്യും. രണ്ടായാലും നമുക്ക് ഓർഗനൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എൻഷുവേഴ്സ് ദ അവൈലബിലിറ്റി ഓഫ് കറക്റ്റ് വർക്ക് ഫോഴ്സ്. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പ് വരുന്നുണ്ട് എന്താണ്, കറക്റ്റ് വർക്ക് ഫോഴ്സിന് ആ ഒരു അവൈലബിലിറ്റി മാത്രമാണ് എന്ത് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എൻഷുർ ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക്